നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുക, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ഓരോ ദിവസവും നമ്മൾക്ക് പ്രപഞ്ചശക്തി നൽകുന്നത് എന്നാണ് നമ്മൾ ഓരോ റീഡിങ്സിൽ നോക്കുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് അക്യുറേറ്റ് ആവുന്ന നല്ലൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും, കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റേണ്ടത്, നിങ്ങളുടെ സ്വപ്നതുല്യമാകുന്നൊരു ജീവിതം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, ഇൻ്റലക്ച്വലി ആയിക്കോട്ടെ, കരിയർ പാതകളെ പുതിയ പുതിയ ജോബ് ആയിക്കോട്ടെ, ജോബിന് ചേഞ്ചിങ് ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, മാറ്റം വേണമെന്നുള്ളത്, അത് നിങ്ങൾ കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് എഴുതി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എഴുതുക കേട്ടോ. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ പറഞ്ഞ് തന്നെ നിങ്ങളത് എഴുതണം. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം 100% സംഭവിക്കും. നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ്, നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രമാണ്, സ്ട്രഗിൾ ചെയ്താൽ മാത്രമാണ്, റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മാത്രമാണ് നമ്മുടെ ജീവിതം മാറുകയുള്ളൂ. അതിനോടൊപ്പം നമ്മൾ ചെറിയൊരു സ്പിരിച്വൽ എനർജിയിലൂടെയും കടന്നു പോകണം കേട്ടോ. ആ സ്പിരിച്വൽ എനർജിയിലൂടെ കടന്നു പോകണമെന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അഫർമേഷൻസ്, മെഡിറ്റേഷൻസ്, പ്രെയർ, അതുപോലെ തന്നെ മാനിഫെസ്റ്റിംഗ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നിത്യവും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നത്. പ്ലസ് റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് നേരെ വരുന്ന നെഗറ്റീവാകുന്ന വ്യക്തിബന്ധങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതായിരിക്കും ചില വളരെ താഴ്ന്നതും നികൃഷ്ടവുമായ വ്യക്തികളിൽ നിന്നും ചില ദിവസങ്ങളിൽ, ചില സമയങ്ങളിൽ ഒക്കെ നമുക്ക് ചില ഡേഞ്ചറസ് ആകുന്ന ചില സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതിനെയെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഹീലിംഗ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പെയിൻ തരുന്നത്, നമ്മുടെ ഉള്ളിൽ വെറുപ്പ്, വിദ്വേഷം, അങ്ങനെയുള്ള ശത്രുതാഭാവം, ഇതിനെയെല്ലാം എടുത്തു കളയാനാണ് റൈറ്റ് ഹീലിംഗ് ചെയ്യണമെന്ന് നാം പറയുന്നത്. അത് റൈറ്റ് ഹീലിംഗ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും കത്തിച്ച് കളയുക. തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവ് ആകുന്ന അനുസരിച്ച് നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് ആകുന്ന പൈശാചികമാകുന്ന ശക്തികളുടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ വൈബ് കൂടി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന, മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു മാസം എത്ര രൂപയാണോ നിങ്ങൾക്ക് ഏൺ ചെയ്യേണ്ടത്, ഒരിക്കലും കടം ബാധ്യത അതൊന്നും നമ്മൾക്ക് ഇല്ലായ്മ ഒന്നും പറയരുത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഞാൻ ഡെയിലി ഇത്ര രൂപ ഏൺ ചെയ്യും, ഞാൻ മാസത്തിൽ ഇത്ര രൂപ കൈകാര്യം ചെയ്യും. നമ്മളൊരു പണം കൊണ്ടുപോയി ബാങ്കിൽ ലോൺ അടയ്ക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സന്തോഷത്തോടു കൂടി ഞാൻ നിക്ഷേപിക്കുന്നു എന്ന രീതിയിലാണ് നിങ്ങളത് ചെയ്യാവുള്ളൂ. അങ്ങനെ ഒരു കുറച്ച് നാൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മളുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ചില ഗൈഡൻസുകൾ തെറ്റാണെന്നും അതൊന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമാണ് എന്നും മനസ്സിലാക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടും വിവാഹ തടസ്സമുണ്ടെങ്കിലോ, അതുപോലെ കരിയർ പരമായിട്ട് നിങ്ങളുടെ മക്കൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലോ, ഈ ഫോണിനൊക്കെ ഒരുപാട് അഡിക്ഷൻ കാണിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അതിൽ നിന്ന് പുറത്ത് കടത്താൻ നിങ്ങൾക്ക് അഫർമേഷൻസ് വളരെ ഉപകാരപ്രദമാവും കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക, നന്മയ്ക്ക് വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും മാറ്റം 100% ഉറപ്പാണ്. പിന്നെ വരാഹി മന്ത്രവും ഇട്ടിട്ടുണ്ട്, മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. നമ്മുടെ റീഡിങ്സിന് അവസാനം എഴുതി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള തടസ്സങ്ങളും മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവാകുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാവുന്നതുമാണ് മണി അഫർമേഷൻസും വരാഹി മന്ത്രവും കൊണ്ടുള്ള ഒരു പ്രയോജനം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ കാർഡ് 8 ഓഫ് വാൻസിൻ്റെ കാർഡാണ് കേട്ടോ. ശക്തമാകുന്ന ഒരു തിരിച്ചുവരവിലേക്ക് കുറേ ആളുകളുടെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്നു. ഇപ്പോൾ ഈ പറയും പോലെ ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയാം. നമ്മൾ പ്രതീക്ഷിക്കാതെ, നനച്ചിരിക്കാതെ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഗുഡ് ന്യൂസുകൾ,
ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻസുകൾ ഒക്കെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു പ്രൗഡായ മറ്റുള്ളവരെ കൊണ്ടൊരു റെസ്പെക്റ്റ് നേടാൻ പറ്റുന്ന, മറ്റുള്ളവർ നിങ്ങളെ അത്ഭുതത്തോടു കൂടി നോക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങളുടെ ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം കുറിക്കുന്ന, ഒരു അവസാനം വരുന്ന, ഒരു സ്വപ്നം റിയാലിറ്റി ആകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആകുന്ന ചില ഗുഡ് ന്യൂസുകൾ, ചിലപ്പോൾ ഈ നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി ആവാം, അതല്ലെങ്കിൽ കരിയറിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നതാവാം, നിങ്ങൾക്കൊരു ജോലി കയറ്റമാവാം, ഒരു ട്രാൻസ്ഫർ ആവാം. അത് നിങ്ങൾ വളരെ പോസിറ്റീവാക്കി തീർക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുടെ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസത്തിലേക്ക് നോക്കിയാലും കരിയർ പരമായിട്ടാണേലും നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന എന്ത് കാര്യങ്ങളാണേലും ഒരു ഗാർഡിയൻ എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതെല്ലാം പോസിറ്റീവായിട്ടാണ് കേട്ടോ തീരുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാൻ പറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൺറൈസിങ്ങിൻ്റെ എനർജിയാണ് തൊട്ട് ചേർന്ന് വന്നിരിക്കുന്നത്, വിജയത്തിൻ്റെയാണ്. ഒരു വിജയഗാഥ മുഴങ്ങാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ സമയം മാറുന്നു, ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ കാത്തിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. വണ്ടർഫുള്ളാണ് കേട്ടോ. വീണ്ടും വീണ്ടും നമുക്ക് സൺ എനർജി തന്നെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് പോലും അത്ഭുതകരമാകുന്ന ചില ഗുഡ് ന്യൂസുകൾ, ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സിറ്റുവേഷൻസുകൾ, നിങ്ങളുടേതാകുന്ന പ്രൗഡാകുന്ന ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് വ്യക്തമായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. വളരെ ആക്ഷൻ കാർഡിൻ്റെ പവറാണ് കേട്ടോ വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് നിൽക്കുന്നത്. ഇന്ന് ഊർജ്ജസ്വലതയുടെയാണ്. നിങ്ങൾ തൊടുന്നതെല്ലാം ഇന്ന് നിങ്ങൾക്ക് പൊന്നാക്കാൻ പറ്റും. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസുകളെല്ലാം അത് ഫലപ്രദമായിരിക്കും, സക്സസ് ആയിരിക്കും. നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ വാക്ക്, പ്രവൃത്തി എല്ലാം ഒരു നല്ല ഒരു പ്രൗഡായ അല്ലെങ്കിൽ ഒരു കമാൻഡിങ് എനർജി പോലെ ഇന്ന് ശോഭിക്കുന്ന ദിവസമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മുമ്പിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വരും. പല രീതിയിലുള്ള നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസുകൾ വന്നാലും നിങ്ങൾ അതിനെ വളരെ സിമ്പിളായിട്ട്, വളരെ നിസ്സാരവൽക്കരിച്ച് മാനേജിങ് ചെയ്ത് കടന്നു പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ശരി തെറ്റുകളെ വ്യക്തതയോടുകൂടി നിങ്ങൾക്കിന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, നിങ്ങൾക്ക് ലൈഫ് ലോങ് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടത്തപ്പെടുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു രാജകീയ പദവിയിലേക്ക്, അതായത് നിങ്ങൾക്ക് ഫെമിനിയൻ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം നിങ്ങളുടെ കരിയർ പാതയിലെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ കരിയറിൽ എന്തെങ്കിലും ആഗ്രഹിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കരിയർ എനർജിയിൽ നിങ്ങൾക്ക് ഒരു ബ്ലൈൻഡ്, ആരെങ്കിലും ശത്രുഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ മക്കളെ. നിങ്ങളുടെ ജീവിതത്തിൽ കരിയർപരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു നല്ല ഒരു ഇരിപ്പിടം, നിങ്ങൾക്കൊരു സ്ഥിരത വരാൻ പോകുന്നു. അതായത് ചിലപ്പോൾ സ്ഥിരതയില്ലാത്ത ജോബൊക്കെ ആയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു സ്ഥിരത, ഒരു അടിത്തറയോടുകൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കരിയർ എനർജിയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ്, നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ഇരയാക്കപ്പെടുന്നു, വിധിയെ പോലും നിങ്ങൾ ശപിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളുടെ ഒരു ജന്മത്തെ പോലും നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ നിന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച തലത്തിൽ, നിങ്ങൾ സ്വപ്നം കണ്ട ഒരു പാഷൻ, നിങ്ങളുടെ ഒരു പാസ്റ്റിലെ തൊട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. കരിയർ പാതയിൽ ശത്രുതാപരമായിട്ട് ആരെങ്കിലും നിങ്ങളെ ദ്രോഹിക്കുകയോ നിങ്ങളെ തരം താഴ്ത്തുകയോ നിങ്ങൾക്ക് കിട്ടേണ്ടതാകുന്ന ആനുകൂല്യങ്ങളെ ബ്ലോക്കാക്കുകയോ ഒക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികളുണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് മുന്നിൽ നിന്നും മാറ്റപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളവിടെ പ്രൊട്ടക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളെ തേടി വരുന്നു. നിങ്ങൾക്കതിനു വേണ്ടിയിട്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ്, ആ ശത്രുഭാവങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും പിന്മാറുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഉയർന്നൊരു പൊസിഷനിലേക്ക്
സ്ഥലത്തേക്ക് നിങ്ങൾ പോയിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നേട്ടം വരുന്നു, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു അദൃശ്യ ശക്തി നിങ്ങൾക്ക് ചുറ്റും വലയം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല നിങ്ങൾക്ക് മുന്നിൽ കാവലായിട്ടും ഒരു അദൃശ്യ ശക്തിയുടെ പ്രസൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം കേട്ടോ. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന വ്യക്തികൾക്കുമെല്ലാം തടസ്സങ്ങളോ കോമ്പറ്റീഷൻ മത്സരങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഫസ്ട്രേഷൻ, ഇറിറ്റേഷൻ പോലുള്ള ചില നെഗറ്റീവ് എനർജികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസിന്, അതായത് ഒരു സഹകരണമില്ലാത്ത കുറച്ച് ആളുകളോടൊപ്പം നിങ്ങൾ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളിൽ ഇൻവോൾവ് ആകേണ്ടി വന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ്, ഒരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്ന ഫിനാൻസിന് ആരെങ്കിലും ബ്ലോക്ക് ആക്കുകയോ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ ശോഭിക്കാൻ പറ്റാതെ പോകുകയോ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ നിങ്ങൾക്കൊരു ഡൗൺ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാതെ മറ്റുള്ളവരുടെ തടസ്സങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ, അതുപോലെ നിങ്ങളെ തളർത്തുന്ന രീതിയിലുള്ള ചില ബിഹേവിയറുകൾ, ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഇരുന്നതെങ്കിൽ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ സിറ്റുവേഷൻസാണ്, ഒരു സെലിബ്രേഷനൊക്കെ അതിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുത്തത് വളരെ പോസിറ്റീവായിട്ടാണ്. ആ എടുത്ത ആക്ഷന് നിങ്ങൾക്ക് ഫലം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. പാസ്റ്റിൽ നിന്ന് ഒരു വ്യക്തിയുടെ കോളോ മെസ്സേജോ മീറ്റപ്പ് എനർജിയോ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരും. അതൊരു കർമ്മപരമായിട്ട് നിങ്ങളിൽ ബ്ലോക്കായിട്ട് നിങ്ങളിൽ നിന്നും വിട്ടു നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസുകൾ പലതും വന്നിട്ടും നിങ്ങൾ അതിനെയെല്ലാം ഉപേക്ഷിച്ച് അതിനെ ഒന്നും റിജക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു വ്യക്തിയിൽ തന്നെ നിന്ന വ്യക്തികളാണെങ്കിൽ, ഫോക്കസ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ, ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയൊരു പേഴ്സൺ ആയിരിക്കാം. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ഒരു വ്യക്തിയുമായിരിക്കാം. എന്താണേലും മറ്റൊരു സാഹചര്യത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക്, അതായത് ഒരു ജസ്റ്റിസ് പോലെ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ്, നിങ്ങൾക്ക് അർഹതയുള്ള ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയുള്ള ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വിധം ഒരു സാഹചര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ചൈൽഡ്ഹുഡ് ട്രോമ അവസാനിക്കുന്നതായിട്ടും നിങ്ങളുടെ ഒരു സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാത്തിരിപ്പിന് ഒരു പൂർണ്ണത ലഭിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു വ്യക്തിയിൽ നിന്നും, നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സണിൽ നിന്നും ഒരു പ്രസൻസ് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈഫിലൊരു മാറ്റമാണ് അവിടെ വരുന്നത്. നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പാഷൻ എനർജി, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഏതോ ഒരു പാഷനെ ബേസ് ചെയ്ത്, നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ ബേസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം കുറച്ചുകൂടി എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കും, ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധ്യമാണ്. പക്ഷെ കുറച്ചും കൂടി അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണം. അതിനകത്തൊരു പൂർണ്ണത വേണമെന്നാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത്. അതായത് നിങ്ങൾ പിന്നിലേക്ക് മടുത്തും നിർത്തിപ്പോകരുത്. നിങ്ങൾ എന്താണോ മനസ്സിൽ ഫോക്കസ് ചെയ്തേക്കുന്നത് അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ വിധിയിൽപ്പെട്ടതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലർക്കൊക്കെ ഒരു നിരാശയുണ്ട് കേട്ടോ. അതായത് ഒരു നഷ്ടബോധം, കയ്യിൽ കിട്ടിയതെന്തോ നഷ്ടപ്പെട്ട ഒരു നിരാശ, ദുഃഖമുണ്ട്. അതായത് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്തത്, നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്തത് അത് നിങ്ങൾക്കുള്ളതല്ല എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ വല്ല പ്രൗഡായിട്ട് വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ ആക്ഷൻ എടുത്തിരുന്നു. അതായത് സ്ട്രോങ് ആയിട്ട് അത് നിങ്ങളുടേതാണ് എന്ന് ചിന്തിച്ച് അത് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത ചില ബന്ധങ്ങൾ നിങ്ങളുടേതല്ല, അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങളിൽ നിങ്ങൾക്കൊരു വാല്യൂയോ റെസ്പെക്റ്റോ ഇല്ല എന്ന തിരിച്ചറിവ് വന്നതോടുകൂടി അത് പാസ്റ്റ് എനർജിയെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളാണ് കേട്ടോ കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്തത്
മുന്നോട്ടേക്ക് നിങ്ങൾ പോയ നിങ്ങളുടെ ട്രാവലിംഗ് എനർജീനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ കരിയർ എനർജി ബേസ് ചെയ്തോ മറ്റേതൊക്കെയോ കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തു. അതാണ് നിങ്ങൾക്ക് വേണ്ടത്, അതാണ് നിങ്ങളുടെ ഒരു സ്വപ്നം എന്നുള്ള ഒരു ചിന്തയോടുകൂടി. പക്ഷെ അതല്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങളെ ഒന്ന് തളർത്തുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേരെ. ഒരു പക്ഷേ ഒരു ഫെയിലിയർ എനർജി, ഒരു റിജക്ഷൻ എനർജി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടാവാം. ബന്ധങ്ങളെ ബേസ് ചെയ്ത്, അത് സൗഹൃദമാവാം, കരിയർ പാതേനെ ബേസ് ചെയ്തുള്ള ചില ബന്ധങ്ങളാവാം, റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ മറ്റു ബ്ലഡ് റിലേഷൻ്റെ ബേസിലുള്ളതാവാം. നിങ്ങൾ ഫോക്കസ് ചെയ്തത് വലിയ പ്രൗഡായിട്ട് നിങ്ങൾ കൺട്രോളോടുകൂടി നിങ്ങളുടെ സമർപ്പണത്തോടുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത സിറ്റുവേഷൻസ് നിങ്ങളുടേതല്ല, ശരിക്കും നിങ്ങളുടെ പാസ്റ്റ് എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങൾ എവിടെ നിന്നാണോ മറ്റൊന്നിലേക്ക് പോയത്, എവിടെ നിന്നാണോ നിങ്ങൾ പോയത് ആ പോയ ഇടമല്ല നിങ്ങളുടേത്, നിങ്ങൾ വിട്ടുകളഞ്ഞ സ്ഥലഭാഗമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇന്ന് മനസ്സിലാകുന്നുണ്ട്. ദ ടവർ എനർജി വന്നിട്ടുണ്ട്. നിരാശയോടൊപ്പം തന്നെ ആ നിരാശ എന്ന് പറയുന്നത് ഒരു വീഴ്ചയാണ് കേട്ടോ, തളർച്ച, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു തകർച്ചയാണ് കാണുന്നത്. അപ്പം ചില വ്യക്തികളിൽ നിന്നും ചില വ്യക്തി ബന്ധങ്ങളെ എടുത്തു മാറ്റപ്പെടുന്നു എന്നാണ് കാണുന്നത്. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു കളിയും കൂടിയാണ്. കാരണം നമുക്ക് അർഹതയില്ലാത്തതിനെ, നമ്മളെ അർഹിക്കാത്തടത്തും പ്രപഞ്ചം ഒരിക്കലും നിർത്തുകയില്ല കേട്ടോ, അത് എടുത്തു മാറ്റും. ഒരു സമയം കഴിയുമ്പം നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് എന്നാണ് കാണുന്നത്. അതായത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട, അവിടെ നിന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളിൽ ഒരു സെക്കൻഡ് ചാൻസ് എനർജി വരുന്നുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ് ചാൻസ് വിജയം, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വിജയകരമായിട്ട് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം ഇന്നത്തെ ദിവസം കുറേ ആളുകളിലുണ്ട്. ഒരു പക്ഷേ ഒരു ഭാഗത്ത് നിങ്ങൾ സക്സസ് ആയെങ്കിലും രണ്ടാമത് എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിലും വിജയം തന്നെയാണ് കേട്ടോ. അതുപോലെ ഇന്ന് നിങ്ങൾക്ക് ചില വ്യക്തികളിൽ ഒരു പുതിയ തുടക്കവും കൂടി, പുതിയ ചില കാര്യങ്ങളൂടി വന്നു ചേരുന്നുണ്ട്. സ്ട്രെങ്ത് ആണ് കേട്ടോ. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് കുട്ടിക്കളിയൊക്കെ മാറ്റി വെച്ച് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് വരുന്നുണ്ട്. അതായത് കുറച്ച് ഡിപ്രഷൻ, ആൻസൈറ്റിയൊക്കെ ഉണ്ട്, ഉറക്കമില്ലായ്മയും ടാബ്ലറ്റ് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലൂടെയൊക്കെ പോകുന്ന വ്യക്തികൾക്ക് കുറച്ചൊരു മാനേജിങ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ പവറിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പരാജയം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമില്ലാത്ത ആ ഒരു ഓവർ തിങ്കിങ്ങിനെ നിങ്ങൾ മറികടക്കുന്നതായിട്ടാണ് കാണുന്നത്. മാറ്റത്തിൻ്റെ ഒരു സമയമാണ്. നിങ്ങളിലേക്ക് ഒരു വ്യക്തി തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ വിട്ട് തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയൊരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. റിമൈനിങ് പോസിറ്റീവ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തുടരുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇറ്റ്സ് അപ്പ് ടു യു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും നിങ്ങൾ കാർമിക് പരമാകുന്ന തെറ്റായ ചില കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാലാണ് നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റൂ. നിങ്ങളിങ്ങനെ അപകടങ്ങളിലൂടെ 1 by 1 ആയിട്ട് ചെന്ന് ചാടിക്കൊണ്ടിരിക്കും. അവിടെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. ഓൾറെഡി നിങ്ങളൊരു പ്രപഞ്ച ശക്തിയാൽ പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ എന്നാലും നിങ്ങൾ അറിയാതെ നമ്മുടെ സാഹചര്യങ്ങളെ ബേസ് ചെയ്ത് ചെന്ന് ചാടുമ്പം കുറച്ചും കൂടി നിങ്ങളൊന്ന് ദീർഘവീക്ഷണത്തോടു കൂടി, മുൻവിചാരത്തോടു കൂടി കാര്യങ്ങളെ കണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നാണ് കാണിക്കുന്നത്. എ ഇയർ ഫ്രം നൗ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു അബണ്ടൻസ്, വിവാഹത്തെ സംബന്ധിച്ചുള്ളവർക്ക് അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ ലീഗൽ പരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് റിലേഷൻഷിപ്പുകളിൽ, ഭാര്യ-ഭർതൃബന്ധത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളൊരു നെഗറ്റീവ് ബന്ധത്തിൽ പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിനുള്ളൊരു സൈൻ, ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളെ വലയം ചെയ്തിട്ടുണ്ട്. കുറച്ച് ആളുകളിൽ അവരെ സംബന്ധിച്ച് നിങ്ങൾക്കതിനുള്ള ചില സൈനുകൾ നൽകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ, ഭയം, ആൻസൈറ്റി അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടാവാം. ഇടവിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നുണ്ടാവാം. വിശ്വാസക്കുറവ്, ഒന്നിലും ഒരു സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടി വരുന്ന സിറ്റുവേഷൻസുകൾ,
വെറുതെ ഭയം, പിന്നിലെന്തോ ഒരു എനർജി പോലുള്ളൊരു ഭയം നിങ്ങളെ നേരിടുന്നുണ്ടാവാം. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് നിങ്ങൾക്കൊരു അഡിക്ഷൻ തോന്നാം. ലജ്ജ നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിങ്സ്, അബദ്ധം, നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും പിന്നീട് നമുക്ക് അബദ്ധമായി തോന്നിയാലും നമ്മൾ അറിയാതെ അത് പ്രവർത്തിച്ചു പോവുക, ഇതൊക്കെ ഡബിൾ എനർജി പ്രസൻസിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അതിനുള്ള സൈനുകൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും പുറത്ത് കടക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. അപ്പം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക് പോകുക, നല്ലപോലെ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക കേട്ടോ. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. അത് കൈവിടാതിരിക്കുക.